അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഒരു നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നാനൊരു യാത്ര പോയിന്. ആ യാത്രയുടെ നടുവിലായിട്ട് ഒരു റോഡിൻ്റെ സൈഡിൽ ഒരു ചർച്ച് കാണാൻ സാധ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ ചർച്ചിലെ ഉൾക്ക പോയിട്ട് നോക്കുമ്പോൾ അത് ഒരു യഹൂദികളെ ചർച്ചായിട്ട് അങ്ങനെ അവിടെ നോക്കുമ്പോൾ ആ യഹൂദികളെ ഗുരു മനുഷ്യന്മാർ ക്ലാസ് എടുത്തോണ്ടുണ്ട്, തൗറാത്തിലെ ക്ലാസ് എടുത്തോണ്ടുണ്ട്. അങ്ങനെ ക്ലാസ് എടുത്തെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ലാസ്സിലെ ചില ശ്രദ്ധിച്ചെന്നോ എങ്ങനെ കേൾക്കോ തുടങ്ങിയിട്ട് അങ്ങനെ വന്നിട്ട് ക്ലാസ് അവസാനം ഈ ലോകത്തിൽ അവസാനത്തെ ഒരു ആഖിർ സമാൻ ഒരു നബി കൊണ്ടു ചെന്നിട്ട് ആ നബിയുടെ ഓരോ വിശേഷണങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ആ ഗുരു ഉടൻ തന്നെ ക്ലാസ് നിപ്പാട്ടിത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്ന് നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂ ആക്കൂ ചെന്ന് അയാൾ ക്ലാസ് കണ്ടിന്യൂ ആക്കൂ കേട്ടില്ല. നിങ്ങൾ അയാൾ കൊന്നുള്ളൂ ഇന്ന് അപ്പുറം കണ്ടിന്യൂ ആക്കിയിട്ടാണെങ്കിൽ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗുണഗാണവും അതുപോലെ നബി തങ്ങളെ ലക്ഷണമായിട്ട് കിടച്ചല്ലേ. ഈ ലക്ഷണങ്ങളുടെ മനുഷ്യന്മാർ കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങെല്ലാവരും എന്താവും ഇസ്ലാം ആവാർ. പിന്നെ ഞങ്ങൾക്ക് ആൾ കിട്ടല്ലേ ചെല്ലത് അയാൾ കൊത്തിത്ത് അതുകൊണ്ടായിട്ട് ഇവിടെ അയാൾ എന്താക്കി അവിടെ നിപ്പാട്ടിയെ. അപ്പോൾ അക്ഷരാസ്ത്രത്തിൽ അവിടെ യഹൂദികളെ പണി അതായിട്ടുണ്ട്. അങ്ങ് യഹൂദികൾ നസറാനികൾ അങ്ങനെ കിതാബും ഇഞ്ചിയിലും തൗറാത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിഫത്തുങ്ങ വിശേഷണങ്ങളെല്ലാം ചൊന്ന്. പക്ഷേ ആ ഭാഗം എന്താക്കാറ് അങ്ങനെ അന്യായം വനിപ്പാട്ടി വെച്ചോണ്ടിരുന്നാറ്. അങ്ങനെ ആ ചർച്ചിലെ ഒരു മൂലൽ ഒരു വയസ്സായ ഒരു വൃദ്ധനായ ഒരു രോഗിയായ ഒരു വ്യക്തി കിടന്നിട്ടുണ്ട്. ഇതെല്ലാം അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. അയാളും തെല്ലൊരു ഇതെല്ലാം അറിഞ്ഞ ആളായിട്ടുണ്ട്. അയാൾ നടക്കുമോ തീരില്ല. അയാൾ മെല്ലെ പറന്നിട്ട് വന്നിട്ട് ഈ മനുഷ്യരുടെ കയ്യിൽ ഈ ക്ലാസ്സിലെ മനുഷ്യരുടെ കയ്യിൽ ഉള്ളതായ ആ ഗ്രന്ഥത്തെ വലിച്ചെടുത്തിട്ട് അതിനപ്പുറം അയാൾ ഓതി തുടങ്ങിയിട്ട് ഓതിട്ട് അയാൾ ചെന്ന് ഈ മനുഷ്യന്മാർ ഈ ഭാഗമെല്ലാം ഒനിപ്പാട്ടി വെച്ചിട്ട് സാധാരണ മനുഷ്യന്മാരെ വഞ്ചിക്കുന്നതായിട്ട് ഹാദി സിഫത്തുക്ക വ സിഫത്ത് ഉമ്മത്തിക്ക, ഓ നബിയെ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളെ വിശേഷനായിട്ട് അതുപോലെ നിങ്ങളുടെ ഉമ്മത്തിൻ്റെ വിശേഷണ ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് ചെന്നത്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹു അല്ലാണ്ട് ഇലാഹില്ലാണ്ടും നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുടെ റസൂൽ ചെല്ലതെന്നാണ് സാക്ഷി വെച്ചിട്ടുള്ള ചെന്നിട്ട് അയാൾ എന്താക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് സുമ്മ മാത്ത എന്നിട്ട് അതേ മജ്ലിസ് വെച്ചിട്ട് അയാൾ മൗത്തായിട്ട്. അപ്പോൾ നോക്കൂ, ഹക്ക് സ്വീകരിക്കോ മനസ്സുള്ള ആൾമാർ എന്താക്കാറ് ഹക്ക് സ്വീകരിക്കാറ്. ഹക്ക് സ്വീകരിക്കോ അള്ളാഹു ഹിദായത്തിട്ട് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ അവിടെ ആ ഹിദായത്തിൽ സ്വീകരിക്കാണ്ട് അങ്ങനെ ഹഠത്തുക പൂണ്ടാറ്. യഹൂദി നസറാക്കന്മാർക്ക് ഇതേ സംഭവിച്ചതായിട്ട്. നജാഷി രാജാവ് നമുക്ക് കൊണ്ടുണ്ട്. ഹബശയിൽപ്പെട്ട നജാഷി രാജാവ് അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കിയിട്ട് ദീൻ്റെ സന്ദേശങ്ങൾ കൊണ്ട് കടത്തിത്ത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലെറ്റർ അയാൾ ഓതിയപ്പോൾ അയാളെ കണ്ണിൽ തന്നി വന്നു. അയാൾ ചെന്ന് ആഖിർ സമാനിൽ ഒരു നബി പണ്ടിട്ട് എൻ്റെ ഗ്രന്ഥത്തിൽ നാണ് കണ്ടത്. അപ്പോൾ ആ നബി വേറൊരു സായമായിത്തല്ലേ, ആ നബി വന്നല്ലേ, ആ നബിയുടെ സന്ദേശം നമുക്ക് കിട്ടിത്തല്ലേ. അയാൾ വല്ലാത്ത ദുഃഖിതനായിട്ട് എന്നിട്ട് അയാൾ ചെന്ന് വലൗല മാ അനഫീഹി മിനൽ മുൽക്കി ഒമാ തഹമ്മൽത്തു മിൻ അംരി ദുനിയ ലഅതൈതുഹു ഹത്താ അഹ്മലന അലൈഹി. നക്ക് ഇവിടെ നാം രാജാവായത് കൊണ്ട് നക്ക് നല്ലതായ ചില ദൗത്യങ്ങളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. ഇത് മാത്രം ഇല്ലണ്ടായെങ്കിൽ നാനും നേരെ ആ ആഖിർ സമാൻ്റെ നബിരൊട്ട് പോവാന്തെ എന്നിട്ട് ആ നബിരെ ഹിദ്മത്താക്കുന്ന റെഡിയാവാന്തെ ഹത്താ അഹ്മലന അലൈഹി. ഞാൻ എവിടത്തോളം ചെന്നെങ്കിൽ ആ നബിരെ ജണ്ട് ചെറുപ്പേ ഞാൻ പുറത്ത് നടക്കാനായിട്ട് നജാഷി രാജാവ് പ്രഖ്യാപിച്ചിട്ട് നോക്കൂ. അപ്പോൾ ഹിദായത്തോട് ഭാഗമായിട്ടുണ്ട് അയാൾ ആ സ്പോട്ടിൽ ഇസ്ലാമായിട്ട്. അതേ സന്ദർഭത്തിൽ കിസ്രയുടെ രാജാവ് കൈസർ
ആ മനുഷ്യർക്കും ഇതേപോലത്തെ ഒരു സന്ദേശം എത്തിത്ത്. പക്ഷേ ആ മനുഷ്യ അതിൽ നോക്കിയിട്ട് അഹങ്കരിച്ചിട്ട് ആ എത്തിയതായ തൻ്റെ കയ്യിൽ കിട്ടിയതായ ആ ലെറ്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സന്ദേശത്തെ അയാൾ കീറിയിട്ട് പീസാക്കി വലിച്ചെറിഞ്ഞിട്ട് അഹങ്കാരത്തിൽ കൂടെ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോൾ നബി തങ്ങൾ വല്ലാത്ത ബേജാറായിട്ട് ഒരു മാന്യത്തെ കാട്ടണമല്ലേ, പക്ഷെ അതുപോലും കാണിക്കാണ്ട് ദീൻ സ്വീകരിച്ചില്ല ബലിയല്ലാത്ത തിരിച്ച് കത്തന്നത് അതേപോലെ ആയെങ്കിലും ആ മനുഷ്യ അഹങ്കാരം എറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഏതുപോലെ എൻ്റെ സന്ദേശത്തെ അവൻ കീറിയിട്ട് പീസാക്കിയാണ് അതുകൊണ്ട് പിന്നെ രാജാധികാരത്തെയും അള്ളാഹു പീസാക്കട്ടെ നബി തങ്ങൾ വാർന്നത്. അപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ കൈസർ രാജാവ് അഥവാ കിസ്രത്തെ രാജാവ് അങ്ങനെ മനത്തനമേ കംപ്ലീറ്റായിട്ട് ചെല്ലാപ്പില്ലിയായി പോയിട്ട് സമ്പൂർണ്ണമായിട്ട് അതിൽ രാജാവ് ഹത്യയായിട്ട് എല്ലാം എന്തായാലും സമ്പൂർണ്ണമായിട്ട് മൂലകുമ്പായിട്ട് ഇടീ ക്രിസ്തരാശൻ്റെ ആ വലിയ ആ സാമ്രാജ്യമേ പത്തനാവും അത് കാരണമായിട്ട് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തായിട്ട് ഷാപ്പായിട്ട് തന്നെ. അപ്പോൾ ഏതുമാവട്ടെ, അപ്പോൾ ഹിദായത്തുള്ള ആൾമാർ ഹക്ക് മനസ്സിലാക്കൂ, പിന്നെ നല്ല മനസ്സുള്ള ആൾമാർ അങ്ങ് ഹക്ക് മനസ്സിലാക്കിടാറ്. അതേ സന്ദർഭത്തിൽ പിന്നെ അഹങ്കാരിങ്ങൾ ഒരിക്കലും അങ്ങ് എന്ത് ചൊന്ന് കൊടുത്തെങ്കിലും എന്ത് പ്രൂഫ് കൊടുത്തെങ്കിലും അങ്ങ് അത് സ്വീകരിക്കുക ഒരു അടിയിക്കില്ല ചെല്ലതിക്കൊരു ഉദാഹരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പോലെ മനസ്സിലാക്കുക നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. ബാത്തിൽ പോലെ കാണുക അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നാൽ എല്ലാ കാലത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. ആഫത്തും മുസീബത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് പൂർണ്ണമായ ക്ഷേമ തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.